എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബുദ്ധൻ്റെ പ്രതിമ വെച്ചൊരു ചെറിയ വാട്ടർ ഫൗണ്ടനാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വാട്ടർ ഫൗണ്ടൻ തന്നെയാണ്. അധികം മുതൽ മുടക്കില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ രൂപത്തിലാണ് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ട് ഇതുപോലെ ചെറിയൊരു ഓസ് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ സബ്മേഴ്സിബിൾ മോട്ടർ 2 എടുത്തിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ മാക്സിമം 3 വോൾട്ട് 5 വോൾട്ട് വരെ മാക്സിമം വർക്ക് ചെയ്തുള്ള ഒരു മോട്ടർ. അത് നമ്മൾ സീരീസ് ചെയ്യാൻ ഇവിടെ കൊടുക്കുന്നത്. പിന്നെ LED സ്ട്രിപ്പ്. ഇത് വാട്ടർ പ്രൂഫാണ്. 3-4 കളർ എടുത്തിട്ടുണ്ട്. 3 കളറോളം എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ കോമ്പസ് ഉണ്ടെങ്കിൽ കോമ്പസ് ആയാലും മതി, അല്ലെങ്കിൽ മുന്നിലുള്ള ഏതെങ്കിലും ഇത് വെച്ചിട്ട് നമുക്ക് ഓസ് ആദ്യം കറക്റ്റായിട്ട് നമ്മൾ ഈ റൗണ്ട് അകത്ത ഭാഗത്തായിട്ട് നമ്മൾ കിഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം കറക്റ്റ് അളവിനിട്ട് കിഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് വെള്ളം വീഴുന്നത് ഒരു കറക്റ്റ് ഓർഡറിലായിരിക്കും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, കറക്റ്റായിട്ട് നമ്മൾ പാത്രത്തിൻ്റെ സൈസ് അനുസരിച്ചാണ് പിന്നെ ഈ റൗണ്ട് എടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് അതേ രീതിയിൽ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ആക്കി എടുത്തിട്ട് നമ്മൾ സെല്ലോ ടേപ്പ് ചുറ്റുകയാണ് ചെയ്യുന്നത്. നമ്മൾ സെല്ലോ ടേപ്പ് അടിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ 2 സൈഡിലും ഇതേ ചെറിയ മോട്ടറുകൾ നമ്മൾ ഇതുപോലെ ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചെറുതായിട്ട് നോസിൻ്റെ എൻഡൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കറക്റ്റായിട്ട് കയറ്റിടാം. ഏകദേശം ടൈറ്റ് ആണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. ഇത് കറക്റ്റ് സൈസ് തന്നെയാണ്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇത് കയറ്റിയിടുന്നത്. 2 മോട്ടറും ഇതേ രീതിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിൽ നിന്നും കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. ഒറ്റ മോട്ടർ വെച്ചാലും പ്രശ്നമൊന്നുമില്ല, വർക്ക് ചെയ്തോളും. ഇതുപോലൊരു ഉരുളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ബേസിനായാലും നമുക്ക് ഉപയോഗിക്കാം. കറക്റ്റ് സൈസിന് ഇതേ സൈസിന് നമുക്ക് കിട്ടിയാൽ മാത്രം മതി. നമ്മുടെ പിന്നെ പ്രതിമയ്ക്ക് അനുസരിച്ചുള്ള ഒരു സൈസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ പാത്രത്തിൻ്റെ ഈ ഒരു സൈസിൽ വേണം നമ്മൾ റൗണ്ട് ഈ ഷേപ്പ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ LED സ്ട്രിപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഈ മോട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ കണക്ഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഈ മോട്ടർ സീരീസ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ് നമ്മുടെ ഉള്ളത്. ഈ മോട്ടർ മാക്സിമം 6 വോൾട്ട് വരെ മാക്സിമം വർക്ക് ചെയ്തുള്ള ഒരു മോട്ടർ. അതുകൊണ്ട് നമ്മൾ സീരീസ് ഇതിലേക്കാണ്. അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മോട്ടറാണ് വെക്കുന്നതെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. 12 വോൾട്ടിന് തന്നെ സിംഗിൾ മോട്ടർ കിട്ടും. അതിന് ഇച്ചിരി റേറ്റ് കൂടുതലാണ്. 550 രൂപയോളം വില വരും. ഇതിന് 70-75 രൂപ മാത്രമേ വിലയുള്ളൂ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 2 പിന്നെ മോട്ടറിൻ്റെയും പ്ലസും മൈനസ് റെഡും ബ്ലാക്കും തമ്മിൽ ആദ്യം ഷോർട്ട് ചെയ്യുക. അതിനുശേഷം വരുന്ന പിന്നെ 2 വയറുകൾ തമ്മിലാണ് നമ്മൾ 12 വോൾട്ട് സപ്ലൈ കൊടുക്കേണ്ടത്. LED-ക്കകത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, പ്ലസും മൈനസും മാർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ വയറിനകത്ത് റെഡ് കളറ് പിന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. വയറിനകത്ത് ഒരു കാരണവശാലും ഇത് മാറിപ്പോകത്തില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്ലസും മൈനസും കൊടുക്കേണ്ടത് മോട്ടറിൽ നിന്നുള്ള റെഡ് വയറിനകത്ത് ഇതിൽ നിന്നുള്ള പ്ലസ് കൊടുക്കുക. ബ്ലാക്ക് വയറിനകത്ത് LED-യുടെ നെഗറ്റീവും കൊടുക്കുക. ഈ ചെറിയ മോട്ടർ കൊടുക്കുമ്പോൾ മാത്രം നമ്മൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. 12 വോൾട്ടിൻ്റെ ഒറ്റ മോട്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്നും ചെയ്യണം. ഡയറക്റ്റ് ഇതുപോലെ സീരീസ് ചെയ്യാൻ നിൽക്കണം. പ്ലസും മൈനസും ഡയറക്റ്റ് കൊടുത്താൽ മതി. ഇതുപോലെ ഇത് കട്ട് ചെയ്ത് വേണമെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ അകത്തോട്ട് പിന്നെ വയറിട്ട് കൊടുത്താലും മതിയാവും. ഇപ്പോൾ വയർ ഇതിനകത്ത് കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഒരു പ്ലസും മൈനസും വയർ എടുക്കുന്നുണ്ട്. റെഡും ബ്ലാക്കും ഇതിലൊരു റെഡും ബ്ലാക്കും വയർ എടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ സപ്ലൈ 12 വോൾട്ട് സപ്ലൈ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ പഴയതുപോലെ തന്നെ റെഡ് വയറിനകത്ത് റെഡ് നമ്മൾ ചുറ്റിയെടുക്കുന്നുണ്ട്. സോൾഡറിങ് ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സോൾഡറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ജോയിന്റ് വരുന്ന ഭാഗം നമ്മൾ കറക്റ്റായിട്ട് ഇൻസുലേഷൻ ചെയ്യുന്നതിൻ്റെ പ്രശ്നമില്ല. അകത്ത് വെള്ളത്തിൽ വീഴാതെ മാത്രം നോക്കിയാൽ. എന്ന് വിചാരിച്ച് കറണ്ടടിക്കത്തോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം 12 വോൾട്ട് താഴെ ഉള്ളൂ. അതുകൊണ്ട് കുട്ടികൾക്ക് പോലും ഇത് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് റബ്ബറിൻ്റെ സ്ലീവ് വാങ്ങാൻ കിട്ടും. അത് കറക്റ്റായിട്ട് ചൂടാക്കി വെക്കുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വാട്ടർ പ്രൂഫായിട്ട് നിന്നോളും. വേറെ അകത്ത് ഒരു കാരണവശാലും വെള്ളം കയറത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ പുറത്ത് പിന്നെ ജോയിൻ്റ് ഇട്ട് പുറത്ത് ഇതുപോലെ ഇട്ടുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമുക്ക് മോട്ടർ 2 സൈഡിലും കറക്റ്റായിട്ട് ഒട്ടിച്ച് വെക്കാം. കാരണം ഇത് ഗണ്ണില്ലാത്തവർ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. മറ്റേ ഇത് ഈ പിന്നെ സ്റ്റിക്ക് തന്നെ സ്റ്റൗവിൽ മറ്റോ ചൂടാക്കിയാൽ ഇതുപോലെ ഒട്ടിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ.
ഇനി നമുക്ക് ഇതിന് ചുറ്റുമായിട്ട് ചെറിയ ചെറിയ പൂക്കൾ ഇതുപോലെ നമ്മൾ പൂക്കൾ പഴയ ഫ്ലവർ വൈസിന് ഇളക്കിയതാണ്. നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങി വെക്കാം. ഇതുപോലെ നമ്മൾ രണ്ട് സൈഡിലും ഇതുപോലെ നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കുക. ഇതെല്ലാം നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഏകദേശം ഇതിൻ്റെ വർക്ക് പൂർത്തിയാകാൻ പോകണം. ബാക്കി ഇനി നമുക്ക് ഇത് വെക്കാനുള്ളൊരു ബേസ് വെക്കുന്നുണ്ട്. പ്രതിമ വെക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഫില്ല് ചെയ്ത് വെക്കുക. ഇത് ഓൺലൈനിൽ വാങ്ങിയതാണ്. 280 രൂപയോ മറ്റുമാണ് ഇതിൻ്റെ വില. ഇപ്പോൾ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ലാതെ ഇത് കൊടുക്കാതെ തന്നെ, നമ്മൾ സപ്ലൈ കൊടുക്കാതെ തന്നെ വളരെ നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. കാരണം വലിയ പൈസ ചിലവൊന്നും ഇല്ലാത്ത കാര്യമാണ്. സ്വന്തമായിട്ട് വീട് ഡെക്കറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. നിസ്സാരമായ പൈസ നമ്മൾ ചെയ്തെടുക്കുക എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. ഇത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വളരെ മനോഹരമായ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. കാണാൻ തന്നെ വളരെ രസമാണ്. തീർച്ചയായിട്ടും ആർക്കെങ്കിലും ആഗ്രഹമുള്ളവർ ചെയ്ത് നോക്കുക. വളരെ ചുരുങ്ങിയ ചെലവിൽ ചെയ്യുകയും ചെയ്യാം. വളരെ സുന്ദരമായ രീതിയിൽ നമുക്ക് കാണുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.